ഹായ് എവരിവൺ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? ഇതൊന്നും മറന്നല്ല. ഇവിടെ ഇപ്പോൾ ഒരു ആശ്വാസമായത് നമ്മൾ ഈ വീഡിയോക്ക് ഈ ആനിമേഷനും ലോഗോ ഒന്നും വന്നിട്ടില്ലെങ്കിൽ നമുക്കൊരു പഞ്ച് കിട്ടില്ല. അപ്പോൾ ഗൈസ്, ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മളെല്ലാവരും മൊബൈൽ ഫോണിൽ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്ന ആളുകളാണ്. അപ്പോൾ ഫോട്ടോൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, വീഡിയോനെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ വീഡിയോയിൽ നമുക്ക് ഈ സിമ്പിളായിട്ട് ക്വിക്കായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റിയൊരു കിടിലൻ ആപ്ലിക്കേഷൻ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും കേട്ടോ ഈ ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ചിട്ട്, പക്ഷേ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ ഒന്നും ആ കാര്യമായിട്ട് ആരും ഇതിനെക്കുറിച്ചിട്ട് ആരൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നത് ക്വിക്കായിട്ട് ചെയ്യാൻ പറ്റിയ വീഡിയോ ആണ്. അപ്പോൾ ക്വിക്ക് ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ട് കുറച്ച് ലിമിറ്റേഷൻസും ഇതിൽ കാണും. ഓക്കെ, അപ്പോൾ പറഞ്ഞ പോലെ തന്നെയാണ് പേരും, ഈ ആപ്ലിക്കേഷൻ്റെ പേരും ക്വിക്ക് എന്നാണ്. ആക്ച്വലി ഈ ആപ്ലിക്കേഷന് ഗോപ്രോക്ക് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ആപ്പിളിലാണെങ്കിലും ആൻഡ്രോയിഡ് ഫോൺസിലാണെന്നുണ്ടെങ്കിലും ഇത് നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. ഫസ്റ്റ് ഞാൻ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ആക്കട്ടെ. അപ്പോൾ ആപ്പ് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് വരിക. അപ്പോൾ ഞാൻ ഓൾറെഡി കുറച്ച് സംഭവങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് പ്ലസ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫോൾഡേഴ്സ് ഇതിൽ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ ഞാനിപ്പോൾ ഓൾറെഡി ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്മളെ വീഡിയോസ് എല്ലാം നമുക്ക് ഈസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ കുറച്ച് വീഡിയോസ് നമുക്ക് സെലക്ട് ചെയ്യണം. അപ്പോൾ ജസ്റ്റ് നമുക്ക് സെലക്ട് ചെയ്തിട്ട് കയറ്റണമെന്ന് വെച്ചെങ്കിൽ ജസ്റ്റ് പ്രിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വീഡിയോസ് ഇതിൽ പ്ലേ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ജസ്റ്റ് ഒരു വ്യൂവിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഒരു മിനി സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്ത് ജസ്റ്റ് ആഡ് കൊടുക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഇത് എല്ലാം കമ്പൈൻ ചെയ്തിട്ട് ഒരു സിംഗിൾ വീഡിയോ ആയി മാറും. അവർ ഓട്ടോമാറ്റിക്കലി ക്രോപ്പ് ചെയ്തിട്ട് അവരുടെ ആ ഒരു മ്യൂസിക്കിനനുസരിച്ചിട്ട് ഈ സംഭവം ഇങ്ങോട്ട് ക്രോപ്പ് ചെയ്ത് കൊണ്ടുവരും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ കുറേ ഐറ്റംസ് വരുന്നുണ്ട്. അതായത് കുറേ എന്താ പറയുക, കുറേ മൂവി മെത്തേഡ്സ് വരുന്നുണ്ട്. അതിന് മുമ്പ് ഞാൻ വേറെ സാധനം കാണിച്ചു തരാം. നമ്മൾ ഈ അടിയിൽ ഈ ഒരു സെറ്റിങ്സിൻ്റെ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഈ ഒരു ഫോർമാറ്റ്, ഡ്യൂറേഷൻ, മ്യൂസിക്, ഫിൽറ്റർ, ഇങ്ങനെ 4 ഓപ്ഷൻസ് ആയിട്ട് കാണാം. ഈ ഫോർമാറ്റിൽ അടിച്ചു കഴിഞ്ഞാൽ 3 ഓപ്ഷനായിട്ട് കാണാൻ പറ്റും. ഒന്ന് സിനിമ. ആ സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ ആ സിനിമയിൽ കാണുന്ന ആ ഒരു ഇതിലായിരിക്കും. അതുപോലെ തന്നെ എന്താ പറയുക, സ്ക്വയറിൽ പക്ക കറക്റ്റ് സ്ക്വയറിലായിട്ടാണ് വരിക. അത് നമുക്ക് ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യാൻ പറ്റിയ ആ ഒരു സെയിം സൈസിൽ. പിന്നെ പോർട്രേറ്റ്, അതായത് നമ്മൾ ടിക്ടോക്കിലൊക്കെ ചെയ്യില്ലേ, അതുപോലെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ആക്കി വെക്കുക, അതിനൊക്കെ പറ്റിയൊരു ഇൻ്റർഫേസ് ആയിട്ടാണ് വരിക. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം സിനിമയിലിട്ടിട്ട് നമുക്കൊന്ന് എഡിറ്റ് ചെയ്യാം. ഓക്കെ അടിച്ചപ്പോൾ ഇതിൽ കണ്ടോ ഇത്രയും ഓപ്ഷൻസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള ആക്ഷൻസാണ് ഇതിൽ വരുന്നത്. അത് ട്രാൻസിഷൻസ് ഓട്ടോമാറ്റിക്കലി അവർ പിക്ക് ചെയ്യണം. നമുക്ക് ഇഷ്ടം പോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ അതൊന്നും. കാരണം ഞാൻ പറഞ്ഞില്ല, ഇതൊരു ക്വിക്ക് വീഡിയോ എഡിറ്റർ ആയതുകൊണ്ട് തന്നെ ഇത് സത്യത്തിൽ ഇപ്പോൾ ഇതിൻ്റെ വീഡിയോ കഴിഞ്ഞു, ഇതിൻ്റെ പണി കഴിഞ്ഞു, ഇത് ഓൾറെഡി ഇതിലെല്ലാം വന്നു കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഓരോന്ന് സെലക്ട് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഈ സംഭവം കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോണ്ട് മാറി, ഫോൺ സ്റ്റൈൽ മാറി, ആ സ്റ്റാർട്ടിങ് മാറി. ഞാൻ ഒരു ചേഞ്ചസ് നോക്കിക്കോ, അതിൻ്റെ ഒക്കെ ജസ്റ്റ് സിമ്പിളായിട്ടുള്ള ഒരു മൂവിങ്സും കാര്യങ്ങളുമാണ്. അപ്പോൾ കണ്ടോ, അപ്പോൾ നെക്സ്റ്റ് ആക്ഷനിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ആക്ഷൻ റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഫോണ്ട് വരുമ്പോൾ തന്നെ ഡിഫറൻസ് വന്നു. ഓക്കെ, ആ ഒരു ട്രാൻസിഷൻസും മാറ്റം ഉണ്ടാവും കണ്ടോ. അപ്പോൾ അതുപോലെ തന്നെ വേറെ ഒരു സംഭവം ബോക്സ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബോക്സിനകത്ത് തന്നെ അതുപോലെ തന്നെ ലാൻഡ്സ്കേപ്പ്, മൊത്തത്തിൽ എല്ലാം നല്ല ചേഞ്ചസിലാണ് വരുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ് മെൻഡിങ് ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. സ്ലൈസ്ഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഓൾമോസ്റ്റ് കാണുന്നൊരു സംഭവം കേട്ടോ അത്, ഈ ഒരു ആനിമേഷനും ഇതൊക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവർ തരുന്ന ആ ഒരു വീഡിയോ ഡ്യൂറേഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിനകത്തുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് വെച്ചാൽ ഇതിൽ അവരുടേതായിട്ടുള്ള കുറച്ച് ഡിഫോൾട്ടായിട്ടുള്ള കുറച്ച് സോങ്സ് ഇതിൽ വരുന്നുണ്ട് കേട്ടോ. അതൊരു പ്രത്യേകതയാണ്. പക്ഷേ അത് എനിക്ക് കൊണ്ട് കോപ്പിറൈറ്റ് ആണ്. അപ്പോൾ കോപ്പിറൈറ്റ് ആയതുകൊണ്ട് ഞാൻ ഇതിൽ പ്ലേ ചെയ്യുന്നില്ല. ഇനി നമുക്ക് നമ്മുടേതായിട്ടുള്ള സോങ്സ് ഇത് മുകളിൽ ആ ഒരു ആരോ ബട്ടണും കാണുന്നതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മ്യൂസിക് ലൈബ്രറിയിലോട്ട് പോകും. അപ്പോൾ നമുക്കിതിൽ കണ്ടോ, നമുക്ക് ഇത്രയും ഐറ്റംസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, മ്യൂസിക് ആഡ് ചെയ്യണമെങ്കിൽ റൈറ്റ് സൈഡിൽ മ്യൂസിക് ആഡിങ് ബട്ടൺ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നമ്മളെ ഫോണിലുള്ള സംഭവങ്ങൾ ഇതിലോട്ട് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ആ ഒരു മ്യൂസിക് ആഡിങ്ങിലൊക്കെ വളരെ ലിമിറ്റഡാണ്, ഞാൻ ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നമുക്ക് ഓരോ ക്ലിപ്സ് എടുത്തിട്ട് നമുക്ക് ഡ്യൂറേഷൻസൊക്കെ നമുക്ക് ക്ലിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറേഞ്ച് ചെയ്യാം. ജസ്റ്റ് ലോങ് പ്രസ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് വലിച്ചിട്ട് ആ ഒരു സംഭവങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഓരോ ക്ലിപ്പിൽ കയറിയിട്ട് നമുക്ക് അതിലെന്തെങ്കിലും എഡിറ്റിങ്സ് വരുത്തണമെങ്കിൽ ഇപ്പോൾ ഓൾറെഡി അവർ ചെയ്തു വെച്ചാണ്, അപ്പോൾ നമുക്ക് ക്രോപ്പ് ചെയ്ത് ട്രിം ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഇതുണ്ട്. അപ്പോൾ ബാലൻസ്ഡ് എന്നൊരു ഓപ്ഷനിൽ അവരുടേതായിട്ടുള്ളൊരു സെലക്ഷനിലാണ് കിടക്കുന്നത്.
അപ്പോൾ ഇതിൽ മാനുവലി പോയി കഴിഞ്ഞാൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും കേട്ടോ, നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു ഇതൊക്കെ. പിന്നെ ഞാനിവിടെ ഔട്ട് സൈഡിലാണ് ഈ സംഭവം ചെയ്യുന്നത്, അപ്പോൾ ഈ കാറ്റ് വരാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ ഇവിടെ കുഞ്ഞി കിളികൾ ശബ്ദമുണ്ട്. അപ്പോൾ ഓക്കെ, കാര്യത്തിലോട്ട് വരാം. അപ്പോൾ അതിലങ്ങനെ ഈ മാനുവൽ, ഈ ഒരു ബാലൻസ്, അങ്ങനെ കുറേ സംഭവമുണ്ട്. പിന്നെ ഇതിൽ കുറേ ട്രാവൽ ആക്ഷൻ എന്ന് പറഞ്ഞിട്ട് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ എനിക്ക് തോന്നുന്നത് ഗോപ്രോയിൽ മാത്രം ചെയ്യുമ്പോഴുള്ള ഒരു ഫീച്ചറായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനെ പറ്റിയിട്ട് ഞാൻ പിന്നെ പറയാം. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ക്രോപ്പിംഗ് പറഞ്ഞിട്ടൊരു സംഭവം വരേണ്ട, ഒരു അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞിട്ട് സംഭവം വരേണ്ട. അതിലടിച്ച് കഴിഞ്ഞാൽ വേണ്ട, നമുക്ക് ആ ഒരു സംഭവം നമുക്ക് ക്രോപ്പ് ചെയ്യാൻ പറ്റും എങ്ങനെ വേണമെങ്കിലും. ഇപ്പോൾ ഫ്ലിപ്പ് അടിക്കാം, നേരെ ഓപ്പോസിറ്റ് കൊടുക്കാം, അത് നേരെ മുകളിൽ നിന്ന് ഫ്ലിപ്പ് അടിക്കാം. അപ്പോൾ അങ്ങനെ റീസെറ്റ് അടിച്ച് പഴയ രൂപത്തിലോട്ട് തന്നെ വരും. എല്ലാം സിമ്പിളാണ്, പെട്ടെന്ന് യൂസർ ഫ്രണ്ട്ലി. നിങ്ങൾക്ക് ഒരു വട്ടം ചെയ്താൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാവും. അതുപോലെ തന്നെ എന്താ പറയുക, വോയിസ് സൗണ്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ ഓൾറെഡി സൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ആ സൗണ്ട് ഇതിൽ വരുത്തണം എന്നുണ്ടെങ്കിൽ ഈ സൗണ്ട് കൊടുത്തു കഴിഞ്ഞു വെച്ചെങ്കിൽ എന്താ പറയുക, 2-3 ഓപ്ഷനായിട്ട് വരുന്നുണ്ട്. ഒന്ന് വോയിസ് ഓഫ്, പിന്നെ മിക്സ്, അതായത് ചെറിയ സൗണ്ട് ഇതിൻ്റെ ഉണ്ടാവും, പിന്നെ മറ്റേ ഇതുമായിട്ട് മിക്സ് ചെയ്യുന്നൊരു ലെവൽ. അതേമാതിരി ബൂസ്റ്റ് പറയുമ്പോൾ ഫുള്ളായിട്ട് ഇതിൻ്റെ സൗണ്ട് ഇതിനകത്ത് കേൾക്കും. അതുപോലെ തന്നെ എല്ലാവരും സ്ലോ മോഷൻ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അപ്പോൾ ഇതിൽ സ്പീഡിങ് ഒരു മെത്തേഡ് ഇതേപോലെ 2-3 എണ്ണം, ഫാസ്റ്റ്, സ്ലോ, റെഗുലർ, അതായത് നോർമൽ, പിന്നെ ഫാസ്റ്റായിട്ടുള്ള ഒരു ഇത്, പിന്നെ എന്താ പറയുക സ്ലോ മോഷന്, അങ്ങനെ 3 ഓപ്ഷൻ എല്ലാത്തിലും വരുന്നുണ്ട്. പിന്നെ ഇതിൽ പറഞ്ഞാൽ ഫിറ്റ് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ലാൻഡ്സ്കേപ്പിങ്ങിൽ അതുമാതിരി പോർട്രേറ്റിൽ നമ്മൾ എടുക്കുന്ന വീഡിയോസ് ഇതിലോട്ട് കൊണ്ടുവരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ ക്രോപ്പ് ചെയ്തിട്ട് ഈ ഒരു ലാൻഡ്സ്കേപ്പിംഗ് മോഡിലോട്ട് മാറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഫിറ്റ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഡ്യൂപ്ലിക്കേറ്റ്, ആ സംഭവം കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് നോർമലി. പിന്നെ അതുപോലെ തന്നെ ഓരോ ക്ലിപ്പിൽ നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ പറ്റും. ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞു വെച്ചെങ്കിൽ നമുക്ക് ഫോണ്ടുകളൊക്കെ വളരെ കുറവ് എന്നല്ല, ഇല്ല, ഇവർ കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇതിൽ എന്താ പറയുക, ജസ്റ്റ് എന്താ പറയുക, നമുക്കൊരു ജസ്റ്റ് ടെസ്റ്റ് അടിച്ച് നോക്കാം. ടെസ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ അതിൽ ആ വീഡിയോയിൽ ഓക്കെ കൊടുത്തു കഴിഞ്ഞെങ്കിൽ ആ സംഭവം അങ്ങനെ ആനിമേഷനായിട്ട് അങ്ങനെ വരും. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഈ ടെക്സ്റ്റിൽ വേറൊരു ഓപ്ഷനും കൂടി കിടക്കണം. മുകളിൽ നമുക്ക് 2 ഓപ്ഷൻ കാണാം. അപ്പോൾ അതിലത് കൊടുത്തു കഴിഞ്ഞെങ്കിൽ ഫുള്ള് ബ്ലാക്കിലായിട്ടായിരിക്കും വരും. വേണ്ട, നമുക്ക് ആ ഒരു ഇതായിട്ട് വരും. എന്താ പറയുക, ഒരു ആനിമേഷനും ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്തിട്ടൊക്കെയാണ് ആ സാധനം കയറി വരിക. ഇത്രയുള്ള സംഭവം. ഇങ്ങനെ ഓരോന്ന് ക്ലിപ്പ് വലിച്ചിടുക, ഇത് മാത്രം. ഇത്രയും സിമ്പിളായിട്ടുള്ള മെത്തേഡ് മാത്രമേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ചെയ്യാനുള്ളത്. പിന്നെ ഇതിൽ എന്താണെന്ന് വെച്ചാൽ ഡ്യൂറേഷൻ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഓട്ടോമാറ്റിക്കലി ക്രോപ്പ് ചെയ്യുന്നതാണെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി ക്രോപ്പ് ചെയ്യണം. അപ്പോൾ നമുക്കൊരു സ്പെസിഫിക് ആയിട്ടൊരു ഇത് വേണം, എന്താ പറയുക, ഒരു എൻഡിങ്ങും ഇത് വേണമെന്ന് വിചാരിക്കും. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ എന്താ പറയുക, ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ മാക്സിമം നമുക്ക് 60 സെക്കൻഡ്സാണ് തോന്നുന്നു മാക്സിമം അതിൽ ചെയ്യാൻ പറ്റുക, 1 മിനിറ്റാണ് തോന്നുന്നു. അതുപോലെ തന്നെ വാട്സപ്പിൽ നമുക്ക് സ്റ്റാറ്റസ് സെറ്റ് ചെയ്യാൻ പറ്റുക ഈ ഏകദേശം ഒരു 30 സെക്കൻഡിലാണ്. അപ്പോൾ നമുക്ക് 30 സെക്കൻഡിൽ ഡ്യൂറേഷൻ നമുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഒരു ക്രോപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ആ ക്ലിപ്പിനെ കംപ്രസ് ചെയ്തിട്ട് അവർ തന്നെ ഓട്ടോമാറ്റിക്കലി ക്രോപ്പ് ചെയ്തിട്ട് ഈ ഒരു 30 സെക്കൻഡിലോട്ട് കൊണ്ടുവന്ന് വയ്ക്കും. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ആ വീഡിയോ സോങ്സ് ക്ലീൻ എൻഡിങ് ആയിരിക്കും, ചുമ്മാ പാതി വഴിയിൽ വെച്ചിട്ട് എൻഡ് ചെയ്ത് പോകില്ല. ഓക്കെ, അതുപോലെ തന്നെ എന്താ പറയുക, ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഫിൽറ്റർ എന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ എല്ലാവരും ഇപ്പോൾ ഫിൽറ്ററിങ്ങാണ്, ഈ ടിക്ടോക്കൊക്കെ ചെയ്യുന്നവർ പ്രത്യേകിച്ചും. അപ്പോൾ ഇതിൽ നമുക്കൊരു ഇതിനൊരു ഇതുണ്ട്, എന്താ പറയുക, ഒരു മെത്തേഡ് ഉണ്ട് ഈ ഒരു പ്രീസെറ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ വേണ്ട, അത് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ ഒരു ഇതിലോട്ട് പോകും. അതിൻ്റെ തന്നെ ഇൻറ്റൻസിറ്റി നമുക്കിവിടെ കൂട്ടും കുറക്കും ചെയ്യാൻ പറ്റും. ഇവിടെ താഴെ നമുക്കിത് വെച്ചിട്ട് കൂട്ടും കുറക്കാൻ ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള പ്രീസെറ്റ് ഇപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അപ്പോൾ കുറച്ച് ഇതും വളരെ ലിമിറ്റഡ് ഉള്ളൂ കേട്ടോ. ഇതിൽ നമ്പേഴ്സ് ഒക്കെ ഉള്ളൂ, ജസ്റ്റ് ഒരു 20 നമ്പേഴ്സൊക്കെ കാണും, അത്ര പ്രീസെറ്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള മൂവി മോഡ് നമുക്ക് ചൂസ് ചെയ്യുക, എന്നിട്ട് സേവ് കൊടുക്കുമ്പോൾ ഇതിനകത്ത് കുറേ ഓപ്ഷൻസ് കാണും. ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ആയിട്ട് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും, ഇൻസ്റ്റാഗ്രാമിലോട്ട് ചെയ്യാൻ പറ്റും, അതേമാതിരി വാട്സപ്പിലോട്ട്, ഫേസ്ബുക്ക് മെസ്സഞ്ചർ, അങ്ങനെ കുറേ സംഭവം ഇതിലൊക്കെ ചെയ്യാൻ പറ്റും. അതല്ല നമ്മൾ മൊബൈലിലോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോട്ടോ ലൈബ്രറി കൊടുത്തു കഴിഞ്ഞെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ കൊടുക്കുമ്പോൾ ഈ റെൻഡറിങ് കാണിക്കും, ഈ സേവിങ്സ് കാണിക്കും. അപ്പോൾ അത്രയും കാര്യങ്ങളുള്ളൂ. അപ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. നിങ്ങൾക്ക് വല്ല ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ബൈ.